ഹലോ, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് തൊടുപുഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു പൂച്ചയുടെ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. പൂച്ചയുടെ എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. ഇടനയില അട അല്ലെങ്കിൽ കുമ്പളപ്പം എന്നൊക്കെ ഇതിന് പറയും. നമ്മളിന്നിത് മത്തങ്ങ വെച്ചിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മത്തങ്ങ വെച്ച് കുമ്പളപ്പം തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നല്ലപോലെ മൂത്ത് പഴുത്ത മത്തങ്ങയാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ഒരു മത്തങ്ങയുടെ പകുതി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇതുപോലെ ആകെയെല്ലാം നല്ല ചുമന്ന് പഴുത്ത നല്ല മധുരം, കുറച്ച് മധുരമുള്ള മത്തങ്ങ നോക്കി വേണം നമ്മൾ അപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് എടുക്കുകയും കൂടി ചെയ്യണം. ഈ ഒരു സൈസിൽ എല്ലാം ഒന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കണം. അങ്ങനെ മത്തങ്ങ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് അട തയ്യാറാക്കാനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഒരു പകുതി ഉണ്ട ശർക്കരയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് നൈസായിട്ടൊന്ന് നമ്മളിതുപോലെ ചീകി എടുത്തതിന് ശേഷം നമ്മളിതിനി ഉരുക്കാനായിട്ട് പോകുവാണ്. ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പാകത്തിനൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കുന്ന സമയത്ത് കല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തവിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകും. ശർക്കരയിൽ കല്ലുണ്ടെങ്കിൽ നമ്മൾ തവിയിട്ട് ഇളക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അതിൻ്റെ സൗണ്ട് കേൾക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം മാത്രമേ അടയ്ക്കായിട്ട് എടുക്കാൻ പാടുള്ളൂ. ശർക്കര പാകത്തിന് തന്നെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മുടെ മത്തങ്ങ അങ്ങനെ പാകത്തിന് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടയുന്ന പാകം വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കേണ്ടത്. അടുത്തായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനിച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 പൂള് തേങ്ങ നന്നായിട്ട് കൊത്തിയെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എല്ലാം നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുവോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ തേങ്ങാക്കൊത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. മത്തങ്ങ പാകത്തിന് തന്നെ വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. മത്തങ്ങ എല്ലാം നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം. തവി വെച്ച് തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം. മത്തങ്ങ വെന്ത് വന്നതിന് ശേഷമുള്ള വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മത്തങ്ങ ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി ഈ വെള്ളം കളഞ്ഞിട്ടാണ് നമ്മൾ മത്തങ്ങ ഉടച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അട കുഴച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വെള്ളം കളയാതെ ഈ വെള്ളത്തിൻ്റെ കൂടി തന്നെ മത്തങ്ങ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ അട നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പം കിട്ടും. ഇതുപോലെ നന്നായിട്ട് നമ്മൾ മത്തങ്ങയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി വീണ്ടും അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം കുറച്ചുകൂടി വലിയ പാത്രം നമുക്ക് വെച്ച് കൊടുത്ത് അതിൽ വെള്ളമൊന്നും പറ്റണമെന്നില്ല. നമ്മുടെ ആറിയ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന മത്തങ്ങയാണ് ഇനി ചേർത്ത് കൊടുക്കേണ്ടത്. മത്തങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര പാനിയിൽ നന്നായിട്ട് ഈ മത്തങ്ങയെല്ലാം
ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുറച്ച് നേരം നമ്മൾ ഈ പാനിയിൽ മത്തങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ ഉടച്ചെടുത്തെങ്കിലും മത്തങ്ങയിൽ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങൾ പോലെ വീണ്ടും കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ശർക്കര പാനി കിടന്ന് നമ്മൾ മത്തങ്ങ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയും കൂടെ വന്നിട്ടുണ്ട്. മത്തങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന ജലാംശം എല്ലാം ഈ തിളയ്ക്കുന്ന കൂടെ തന്നെ ചെറുതായിട്ട് ഉരുകി അതൊന്ന് പറ്റി വന്നോളും. അതങ്ങനെ ചെറുതായിട്ടൊന്ന് പറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് തന്നെ ആദ്യം ചേർക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തത് നെയ്യിലാണ്. അതുകൊണ്ട് തന്നെ ആ നെയ്യ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ ശർക്കരപ്പാനി ഇതുപോലെ ഒന്ന് കുറുകി വരുന്നത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് തേങ്ങയാണ്. ഒരു 1.25 മുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഏലക്കയാണ്. ഏലക്ക നമ്മൾ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് വേണ്ടത് ജീരകമാണ്. ജീരകവും നമ്മൾ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് റവ ചേർത്താണ് നമ്മളിനി അട തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ആവശ്യത്തിനനുസരിച്ചുള്ള റവ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ എന്തോരം റവ ചേർക്കുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. നമ്മളിവിടെ ഒരു 1/2 കിലോ റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മിക്സ് ചെയ്തൊന്ന് നോക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം പാനി കുറച്ച് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിനി റവ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല ഇനി അടയ്ക്ക് കുറച്ച് കട്ടിയോടുകൂടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും കുറച്ചുകൂടി റവ ചേർത്ത് കൊടുക്കാം. നമുക്കിത് പാകമാണ്. നമ്മളിതിൻ്റെ മാവ് ഒരുപാട് കട്ടിക്കല്ല തയ്യാറാക്കുന്നത്. നമുക്കിതിപ്പോൾ പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കാരണം ശർക്കര എല്ലാ ഭാഗത്തും എത്താനുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ അടയ്ക്ക് വേണ്ടുന്ന പാകത്തിന് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടനയിലയിലാണ് നമ്മളിതെല്ലാം കുമ്പിൾ കുത്താനായിട്ട് പോകുന്നത്. ഇതുപോലെ എടനയിലയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളമെല്ലാം തുടച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മളിതിനി കുമ്പിൾ ചുരുട്ടാനായിട്ട് പോകുന്നത്. ഇനി എല്ലാം ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ അറ്റഭാഗം ചെറുതായിട്ടൊന്ന് കുമ്പിളാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മുടെ മാവ് നിറയ്ക്കാവുന്നതാണ്. ആവശ്യത്തിന് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഞെട്ടുഭാഗം മാത്രം ഒന്ന് അകത്തേക്ക് ആഴ്ത്തി ഇറക്കി വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ അട അങ്ങനെ റെഡിയാണ്. ബാക്കിയുള്ള അടയെല്ലാം നമുക്കിതുപോലെ ഒന്ന് കുമ്പിൾ കുത്തി എടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് ചുരുട്ടിയെടുക്കാം. വളരെ ഈസിയാണ് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇതാ നമ്മളങ്ങനെ അപ്പമെല്ലാം പാകത്തിന് കുമ്പിൾ കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് വേവിക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇഡ്ഡലി പാത്രം നമ്മൾ ആദ്യമേ വെള്ളം വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് പരന്നൊരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അടയെല്ലാം നമുക്കിതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ എത്ര എണ്ണം വേണേലും നമുക്ക് മേലെയായിട്ട് വെച്ച് കൊടുത്ത് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. വേവുന്നതനുസരിച്ച് നല്ല മണം വരും. നല്ല മണം വന്ന മൂടയ്ക്ക് നല്ല ആവിയും വന്നു കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് നോക്കാവുന്നതാണ്. നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട്.
നമ്മുടെ ഇലയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മുടെ അട അങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള കുമ്പിളപ്പം അങ്ങനെ റെഡി. ഇനി ചക്ക പഴുക്കാൻ സീസണാകാൻ നോക്കി നിൽക്കണ്ട. നമുക്ക് എപ്പോൾ വേണേലും ഒരു മത്തങ്ങ മേടിച്ചാൽ മാത്രം മതി നമുക്കിനി കുമ്പിളപ്പം തയ്യാറാക്കാനായിട്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ശരിക്കും ചക്കയുടെ തന്നെ മാറി നിൽക്കും. ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയും ടേസ്റ്റിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കരുതേ. അങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുമ്പിളപ്പം റെഡി. നല്ല പഴുത്ത മത്തങ്ങ ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ അടയ്ക്ക് ഈ കളറ് കിട്ടിയിരിക്കുന്നത്. നല്ല മഞ്ഞ കളറാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്